ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ നല്ല സമയത്തിനായി ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. വീണ്ടും ദൈവത്തിൻ്റെ വചനവുമായിട്ട് നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ സർവശക്തനായ ദൈവയുടെയാക്കിയ സ്നേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ മീഡിയയിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ധന്യനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന വിവിധ പോരാട്ടങ്ങളെ സംബന്ധിച്ചൊരു ടോപ്പിക്കാണ് ഞാൻ ഇന്ന് പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുവാൻ താല്പര്യപ്പെടുന്നത്. അതിനാധാരമായി എഫെസ്യ ലേഖനത്തിൽ അതിൻ്റെ 6-ാം അധ്യായം 10, 11, 12 വാക്യങ്ങൾ ഞാൻ പ്രാരംഭമായി വായിക്കുന്നു. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുകയും പിശാചിൻ്റെ തന്ത്രങ്ങൾ എത്തി നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുകയും നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തം കൂടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതിയോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനകളോടും അത്രേ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ എഫെസ്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനകളോടും അത്രേ. ഒരു വലിയ പോരാട്ടമാണ് നാം കഴിക്കുന്നത്. ജഡരക്തങ്ങളോട് നാം പോരാടുന്നുവെങ്കിൽ നാം ശത്രുത സമ്പാദിക്കേണ്ടി വരും. എന്നാൽ വ്യക്തികളെ, ജീവിതങ്ങളെ ഒരു ദൈവ പൈതലിനെതിരായിട്ട് ഉയർത്തുന്ന ചില പ്രശ്നങ്ങൾ, ചില വെല്ലുവിളികൾ, അതിൻ്റെ നടുവിൽ ആ പോരാട്ടത്തെ ജയിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപ നമുക്ക് ആവശ്യമാണ്. ഈ മെസ്സേജിലൂടെ ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് നാം എല്ലാവരും ദൈവകൃപ പ്രാപിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ആ ദൈവകൃപയിലേക്ക് നാം മടങ്ങി വരേണ്ടത് ആവശ്യമാണ്. ആ കൃപ നമുക്ക് അനുഭവിക്കാൻ കഴിയാത്തതിൻ്റെ പ്രധാന കാരണം തന്നെ നമ്മിൽ അധിവസിക്കുന്ന, നമ്മിൽ നിലനിൽക്കുന്ന പാപമാണ്. ആ പാപത്തിൽ നിന്ന് നമുക്കൊരു മോചനം ലഭിക്കുമ്പോൾ മാത്രമാണ് ആ പോരാട്ടങ്ങൾ നമ്മെ വിട്ട് നീങ്ങിപ്പോകുവാനിടയാകുകയുള്ളൂ. വീണ്ടും ഒരു പോരാട്ടത്തെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് ഓർപ്പിക്കുന്ന റോമാലേഖനം 15-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു: ഇങ്ങനെ ഞാൻ ദൈവേഷ്ടത്താൽ സന്തോഷത്തോടെ നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളോടുകൂടെ മനം തണുപ്പിക്കേണ്ടതിന് നിങ്ങൾ എനിക്ക് വേണ്ടി ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ എന്നോടുകൂടെ പോരാടണം എന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെയും ആത്മാവിൻ്റെ സ്നേഹത്തെ ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ഇവിടെ ഓർപ്പിക്കുന്നത് ദൈവത്തോട് ഉള്ള പ്രാർത്ഥനയിൽ എന്നോടുകൂടെ പോരാടുക. റോമിലുള്ള വിശുദ്ധന്മാരോട് പൗലോസ് ഓർപ്പിക്കുകയാണ്, ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ എന്നോടുകൂടെ പോരാടുക. അപ്പോൾ ഈ ആത്മീയ ശുശ്രൂഷ തന്നെ ഒരു പോരാട്ടമാണ്. ആ പോരാട്ടത്തിൻ്റെ മധ്യത്തിലാണ് നാം ആയിരിക്കുന്നത്. അപ്പോൾ പരസ്പരം നാം ആമേൻ ഹല്ലേലൂയ കൈ ഓർക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക് ആത്മീയമായിട്ട് മുന്നേറുവാൻ കഴിയുകയുള്ളൂ. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ മുന്നേറുവാൻ കഴിയാത്ത പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും നമുക്കുണ്ട്. അതിനെ അതിജീവിപ്പാൻ സർവശക്തനായ ദൈവം നമുക്ക് കൃപ തരട്ടെ എന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. വീണ്ടും അപ്പോസ്തലനായ പൗലോസ് എബ്രായ ലേഖനത്തിൽ ഇപ്രകാരം നമുക്ക് കാണുവാൻ കഴിയും. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെയും പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. അപ്പൊ പാപത്തോട് പോരാടുന്നത് നമ്മുടെ പ്രാണനെ ബലികഴിക്കുന്ന, പ്രാണനെ യാഗം കഴിക്കുന്ന, അല്ലെങ്കിൽ പ്രാണനെ അർപ്പിക്കുന്ന ഒരു ശുശ്രൂഷയാണ് നാം പാപത്തോട് പോരാടുന്നതിൽ നമുക്ക് ഈ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് പാപത്തിൻ്റെ ശക്തികൾ കൊണ്ട് നമ്മുടെ ജനത്തെ വല്ലാതെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. പാപം മനുഷ്യൻ്റെ ഉള്ളിലേക്ക് നുഴഞ്ഞു കയറി പാപത്തിൻ്റെ ശക്തി കൊണ്ട് മനുഷ്യൻ്റെ ആത്മീയ ജീവിതത്തെ തന്നെ വെല്ലുവിളികൾ ഉയർത്തുമ്പോൾ
പ്രിയ സ്നേഹിതരെ, പാപത്തോട് പോരാടുന്നെങ്കിൽ നിങ്ങൾ ഇതുവരെയും പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. പാപത്തോട് നമുക്ക് എപ്പോഴും നമ്മുടെ സമീപനം അതിനോട് എതിർത്ത് നിന്ന് പോരാടുക എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. അപ്പോസ്തലനായ പൗലോസ് അതുപോലെ തന്നെ എബ്രായ ലേഖനം അതിന്റെ 10-ാം അധ്യായത്തിന്റെ 32-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുക: എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചും ആ വക അനുസരിക്കുന്നവർക്ക് കൂട്ടാളിയായി തീർന്നും ഇങ്ങനെ കഷ്ടങ്ങളിൽ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലത്തെ കാലം ഓർത്തുകൊള്ളുക. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവസന്നിധിയിൽ കഷ്ടങ്ങൾ കഴിച്ച ഒരു പൂർവ്വകാലം, വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച ഒരു പൂർവ്വകാലത്ത് അനേക കഷ്ടങ്ങളും പ്രയാസങ്ങളും അപമാനങ്ങളും നിന്ദകളും ഒക്കെ സഹിച്ച ധാരാളം ദൈവമക്കൾ ഇന്നും സമൂഹത്തിലുണ്ട്. ഇന്നും ക്രിസ്തുവിന്റെ നാമനിമിത്തം കഷ്ടം അനുഭവിക്കുന്നവരുണ്ട്. അവരെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് ഞാൻ പറയുന്നു, വചനം പറയുകയാണ്, വളരെ പോരാട്ടം കഴിച്ച ഒരു പൂർവ്വകാലം നിങ്ങൾ ഓർത്തുകൊള്ളുവീൻ. കഷ്ടങ്ങളാൽ പോരാട്ടം സഹിച്ച ഒരു പൂർവ്വകാലം. ദൈവത്തിന് സ്തോത്രം. ശ്വാസത്തിന് വേണ്ടി നിൽക്കുന്നത് കൊണ്ട് സമൂഹത്തിൽ നമ്മെ തള്ളിക്കളഞ്ഞവരുണ്ട്, ഒറ്റപ്പെടുത്തിയവരുണ്ട്. നാം പല സ്ഥലത്തും നമ്മെ മാറ്റി നിർത്തിയിട്ടുണ്ട്. അവിടെയെല്ലാം നാം വളരെ പ്രയാസത്തിലൂടെ ഭാരത്തിലൂടെ നാം മുമ്പോട്ട് പോയത് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന സത്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കഷ്ടങ്ങളിൽ നാം ആമേൻ പ്രശംസിപ്പാനും കഷ്ടങ്ങളിൽ നാം കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാനും നമുക്ക് കഴിയട്ടെ എന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും ദൈവത്തിന് സ്തോത്രം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങളിൽ ഇപ്രകാരം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കും ലവോദിക്കയിലുള്ളവർക്കും ജഡത്തിൽ എൻ്റെ മുഖം കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും വേണ്ടി അവർ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിപ്പാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചും ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണം എന്ന് വച്ച് ഞാൻ ഇത്ര വലിയ പോരാട്ടം കഴിക്കുന്നു എന്ന് നിങ്ങൾ അറിയുവാൻ ഇച്ഛിക്കുന്നു. അപ്പോൾ ജഡത്തിൽ വസിക്കുന്ന ഒരാളെ സംബന്ധിച്ച് വലിയ പോരാട്ടം സഹിക്കേണ്ടത് ആവശ്യമാണ്. പൗലോസ് ഇവിടെ ഓർപ്പിക്കുന്നത്, ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു എന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു എന്നാണ്. ഞാൻ അനുഭവിക്കുന്ന പോരാട്ടങ്ങൾ, ദൈവത്തിന് സ്തോത്രം. പൗലോസ് ദൈവത്തിന് സ്തോത്രം പലപ്പോഴും കാരാഗൃഹത്തിൽ വെച്ചൊക്കെ അനുഭവിച്ച ആ പോരാട്ടങ്ങൾ നിങ്ങളും അറിയണം എന്നുള്ളതാണ് ഓർപ്പിക്കുന്നത്. അതെ, ക്രിസ്തു നിമിത്തം അനേക പോരാട്ടങ്ങൾ സഹിച്ച് വിശ്വാസപാതയിൽ തെല്ലും പതറാതെ ഇന്നും നിലനിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ വചനങ്ങൾ നിങ്ങളുടെ ആത്മീയ ബലത്തിനും ആരോഗ്യത്തിനും ആത്മീയ സന്തോഷത്തിനും ദൈവീയ അനുഗ്രഹങ്ങൾക്കും കാരണമായി ഭവിക്കട്ടെ എന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് വീണ്ടും ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു: ഞാൻ നിങ്ങളെ വന്ന് കണ്ടിട്ടോ ദൂരത്തിരുന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ നിങ്ങൾ ഏകാത്മാവിൽ നിലനിന്ന് എതിരാളികളാൽ ഒന്നിലും കുലുങ്ങിപ്പോകാതെ ഏക മനസ്സോടെ സുവിശേഷത്തിൻ്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നു എന്ന് ഗ്രഹിക്കേണ്ടതിന് കർത്താവിൻ്റെ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം നടപ്പീൻ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പൗലോസ് പറയുകയാണ്, സുവിശേഷത്തിൻ്റെ വിശ്വാസത്തിനായുള്ള പോരാട്ടം കഴിക്കുന്നു എന്ന് ഗ്രഹിക്കേണ്ടതിന്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ സുവിശേഷ നിമിത്തം അനുഭവിക്കുന്ന പോരാട്ടങ്ങൾ അത് പൗലോസ് കാണുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആ പോരാട്ടം കഴിക്കുന്നു എന്ന് ഗ്രഹിക്കേണ്ടതിന് ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് യോഗ്യമായി വണ്ണം നടപ്പീൻ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിന് യോഗ്യമായി വണ്ണം നാം നടക്കേണ്ടത് ആവശ്യമാണ്. അത് ക്രിസ്തു നിമിത്തം സഹിക്കുന്ന പോരാട്ടങ്ങളൊക്കെ സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് അല്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് അത് കാരണമായി ഭവിക്കുകയാണ്. അതെ, നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ആ ക്രിസ്തീയ ജീവിതത്തിൽ ശക്തമായി ദിവസങ്ങൾ മുന്നേറുവാൻ സർവശക്തനായ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.